പാലക്കാട് നിപ ബാധിച്ച് മരിച്ച കുമരമ്പത്തൂർ സ്വദേശി രോഗലക്ഷണങ്ങൾ തുടങ്ങിയ ശേഷം പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. രണ്ടുപേരുടെ ലക്ഷണങ്ങളോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് ഇവരെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. 6-ാം തീയതി സിംറ്റം ഡെവലപ്പ് ചെയ്ത ശേഷം ഇദ്ദേഹം KSRTC ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല. സ്വകാര്യ വണ്ടിയിൽ പിന്നെ ബൈക്കിൽ മാത്രമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓൾറെഡി നമുക്കൊരു കേസ് ഉള്ളത് കൊണ്ട് അതേ ഒരു സീരിയസ്നെസ്സിൽ തന്നെ നിപ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 17 വാർഡ് നമ്മൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഇന്നലെ രാത്രി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കുമാരപത്തൂരും കരിമ്പുള കാരക്കുറിശി പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ 4 ലോക്കൽ LSJസിലാണ് 17 വാർഡുകളായിട്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ കേസിനോടനുബന്ധിച്ച് 2 സിംറ്റമാറ്റിക് കേസ് ഇപ്പോൾ GMC പാലക്കാടിൽ അഡ്മിറ്റഡ് ആണ്. ഒരു പേര് ഒരു ഫാമിലി മെമ്പറും രണ്ടാമത്തെ പേര് ഒരു ഹെൽത്ത് വർക്കറാണ്. സോ ഈ 2 പേര് GMC പാലക്കാടിൽ ഇപ്പോൾ ഉണ്ട്. ആൻഡ് കോൺട്രാക്ട് ട്രേസിംഗും ഫീവർ സർവേലൻസ് നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. റിസൾട്ട് വെയിറ്റ് ചെയ്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു അഭ്യർത്ഥന ഉള്ളത് എല്ലാവരും SMS തീർച്ചയായിട്ടും പാലിക്കണം. സ്പെഷ്യലി മാസ്ക് ധരിക്കുന്നത് അത് കമ്പൽസറി ആണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ കമ്പൽസറി ആണ്. പിന്നെ മുഴുവൻ പാലക്കാടിലും ഈ ഒരു മാസ്ക് വെക്കുന്ന ഒരു ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, നിപയുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾ കലക്ടറിന്റെ പ്രതികരണത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്? ഒപ്പം ചികിത്സയിലുള്ളവരുടെ അവസ്ഥ എന്താണ്? ധന്യ, ഈ പാലക്കാട് ചങ്ങിരിയിൽ 57-കാരനായിരുന്നു നിപ ബാധിച്ച് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഈ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടായിരുന്നു ചില കാര്യങ്ങൾ പ്രചരിച്ചിരുന്നത്. അതായത് ഇദ്ദേഹം പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതായിരുന്നു പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കളക്ടർ പറയുന്നത് അത്തരത്തിലല്ല. അദ്ദേഹം പൊതുഗതാഗതം ഈ സംഭവത്തിന് ശേഷം പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല. സ്വന്തം വാഹനങ്ങളിലും മറ്റുമായൊക്കെയാണ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. 4 ആശുപത്രികളിലാണ് അദ്ദേഹം സന്ദർശിച്ചത്. പിന്നീട് വീണ്ടും സന്ദർശനം നടത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 17 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുള്ളത്. 2 പേരെ ലക്ഷണങ്ങളോടെ പാലക്കാട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹൈറിസ്ക് കോൺടാക്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിപ ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം ഈ മരിച്ചാൽ പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രത തുടരണം എന്നുള്ളത് കൂടി കളക്ടർ പറയുന്നുണ്ട്. മാസ്ക് പരമാവധി എല്ലാവരും തന്നെ മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യം കൂടി ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ മരിച്ച ആളുടെ റൂട്ട് മാപ്പും നേരത്തെ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു. 6-ാം തീയതിയാണ് ഇദ്ദേഹം മണ്ണാർക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 7-ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും 8-ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ സമ്പർക്കം പുലർത്തിയവർ ക്വാറന്റൈൻ പോകാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധന്യ. ശരി ജംഷീർ.